Hello, welcome back to Learn Economy Malayalam. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ആണ് ഫിസ്ക്കൽ പോളിസി ഇൻ മാക്രോ ഇക്കണോമിക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമേ തന്നെ ഈ ഫിസ്ക്കൽ പോളിസി എന്താണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. അതിനുശേഷം ഫിസ്ക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സും അതിന്റെ ടൈപ്സും മനസ്സിലാക്കും. എന്നിട്ട് ഫിസ്ക്കൽ പോളിസി ടൂൾസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഫിസ്ക്കൽ പോളിസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ സെഷനിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഫൈനലി നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഇൻട്രൊഡക്ഷൻ. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ലെവൽ പോളിസിയാണ്. ഗവൺമെന്റ് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് എന്നെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടും ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് നമ്മൾ നോക്കേണ്ടത് ഗവൺമെന്റിന്റെ റവന്യൂ സൈഡിൽ നിന്നും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്നുമാണ്. ഗവൺമെന്റിന്റെ റവന്യൂ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഗവൺമെന്റിന് ഇൻകം കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടാക്സ് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ മേജർ സോഴ്സസ്. ടാക്സ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഗവൺമെന്റിന്റെ റവന്യൂ സോഴ്സ്. അപ്പൊ നമ്മൾ ഈ ടാക്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ടും ഫിസ്ക്കൽ പോളിസിയെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നൗ കമ്മിങ് ഓൺ ടു എക്സ്പെൻഡിച്ചർ, നമുക്കറിയാം ഗവൺമെന്റ് പല രീതിയിൽ നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറിനെ ഒരു ജനറലൈസ് ചെയ്തിട്ട് എക്സ്പെൻഡിച്ചർ സച്ച് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെസിഫിക് എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നില്ല. ഇൻസ്റ്റെഡ് നമ്മൾ ജനറൽ എക്സ്പെൻഡിച്ചറിന്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടാക്സും എക്സ്പെൻഡിച്ചറും ഈ രണ്ട് മേഖലകളിൽ ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസിനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ആണ് ഈ ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് എടുക്കുമ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് നോക്കുകയാണെങ്കിൽ, ഇക്കോണമിയിൽ ഇത് കാരണം എംപ്ലോയ്മെന്റിന് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഗവൺമെന്റ് ടാക്സേഷൻ പോളിസിയും എക്സ്പെൻഡിച്ചർ പോളിസിയിൽ മാറ്റം വരുത്തുമ്പോൾ അത് എക്സ്പെൻഡിച്ചറിൽ കൂടുതലും കുറവും വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സ് റവന്യൂവിലും കൂടുതലും കുറവും വരുത്തുന്നുണ്ട്. അത് കാരണം എംപ്ലോയ്മെന്റ് ക്രിയേഷനിലും അവിടെ മാറ്റം വരുത്തുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആണ് പെർസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് എടുക്കുന്ന ഈ ടാക്സേഷൻ പോളിസിയും എക്സ്പെൻഡിച്ചർ പോളിസിയും അതിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ആൾക്കാരുടെ കയ്യിൽ എത്രമാത്രം കാശ് ചെലവഴിക്കാനായിട്ട് ഉണ്ടാകുമെന്നും അതനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെ ചെലവഴിക്കാൻ സാധിക്കുമെന്നും ഒക്കെ തന്നെ ഈ ഫിസ്ക്കൽ പോളിസി ഡിസിഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ആൾക്കാരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ മറ്റ് ആസ്പെക്ട്സും വരുന്നുണ്ട്, പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഗവൺമെന്റിന്റെ ടാക്സേഷൻ പോളിസിയിലും എക്സ്പെൻഡിച്ചർ പോളിസിയിലും മാറ്റം വരുത്തുമ്പോൾ എങ്ങനെയാണ് ആൾക്കാരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ മാറ്റം വരുന്നത് എന്നും ഒക്കെ തന്നെ നമ്മൾ ഇവിടെ നോക്കി കാണുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും എന്തിനാണ് ഗവൺമെന്റ് ഈ ഫിസ്ക്കൽ പോളിസി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോണമി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക എന്നതാണ്. അതായത് നമ്മുടെ ഇക്കോണമി നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇക്കോണമി എപ്പോഴും ഒരു സെയിം പാത്ത് വേയിൽ കൂടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക അല്ല ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഇക്കോണമിയിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഗ്രോത്ത് നല്ല രീതിയിൽ കൂടുന്നുണ്ടെങ്കിൽ ആ ഗ്രോത്ത് എപ്പോഴും കൂടി തന്നെ ഇരിക്കണം എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒരു ഷോക്ക് ഇക്കോണമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ കോവിഡിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ പ്രീ കോവിഡും ആ ഒരു കോവിഡ് പീരീഡും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രീ കോവിഡ് സമയം, അതായത് കോവിഡിന് മുന്നേ ഉള്ള സമയം ഇക്കോണമിക്ക് കുറച്ച് ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഡ്യൂറിങ് കോവിഡ് എന്താണ് സംഭവിച്ചത്? ഡ്യൂറിങ് കോവിഡ് നമുക്ക് പ്രൊഡക്ഷൻ നേരെ ചൊവ്വേ നടന്നില്ലായിരുന്നു. കാരണം നമുക്ക് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് കുറെ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. സോ അവരുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടായി, ഇൻകം ഇല്ലാണ്ടായി. സോ അതൊക്കെ വന്നത് കാരണം ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഗ്രോത്തിന് ഒരു ഡൗൺഫാൾ വരികയുണ്ടായി.
അപ്പോൾ ഇതിൽ നിന്നും പിന്നെ നമ്മുടെ ഇക്കോണമി കരകയറ്റാനായിട്ട് ഗവൺമെന്റ് ഒരു പല രീതിയിലുള്ള പോളിസി മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ് എന്ന് പറയുന്നത് അതിൽ വൺ സച്ച് പോളിസി മെഷേഴ്സ് ആണ്. അതിനുശേഷം ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂട്ടുകയും പല രീതിയിൽ ഗവൺമെന്റിന്റെ ഈ ഫിസ്ക്കൽ പോളിസീസിൽ ടാക്സേഷൻ ആസ് വെൽ ആസ് എക്സ്പെൻഡിച്ചർ പോളിസീസിൽ മാറ്റം വരുത്തുകയും അങ്ങനെ പതുക്കെ ഇക്കോണമിയെ ഒന്ന് റിവൈവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ സംഭവിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ ഇന്റൻഷൻ എന്താണ്? ഗവൺമെന്റിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് പാത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകണം എന്ന് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഇവിടെ ഗവൺമെന്റിന്റെ ഇന്റൻഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത ഗ്രോത്ത് അത് കുറയാൻ പാടില്ല. അക്യൂമുലേറ്റ് ചെയ്ത ഗ്രോത്ത് കുറയാൻ പാടില്ല, പക്ഷെ നമുക്ക് മുകളിലോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകാം. അതിനു വേണ്ട എല്ലാ മെഷേഴ്സും എടുക്കാം. പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്ത ഗ്രോത്ത് താഴോട്ട് വരാൻ പാടില്ല. സോ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം, ഫ്ലക്ച്വേഷൻസിനെ ഒന്ന് കുറയ്ക്കണം. അത് പൊങ്ങിയും താന്നും പോകുന്ന ആ ഒരു ടെൻഡൻസിക്ക് ഒന്ന് കുറവ് വരുത്തണം. സോ ദാറ്റ് ഈസ് ദ ഇന്റൻഷൻ ഓഫ് ദി ഗവൺമെന്റ്. അപ്പൊ ഈ ഫിസ്ക്കൽ പോളിസി ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റീവ്സിലെ നോക്കി കാണുമ്പോൾ അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസീസ് എടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഇന്റൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാമത്തേത് ഗ്രോത്ത് തന്നെയാണ്. നമ്മുടെ ഇക്കോണമിയിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് റേറ്റ് കൊണ്ടുവരിക, ഇക്കോണമിയിലെ പല സെക്ടേഴ്സിൽ നല്ല രീതിയിൽ ഗ്രോത്ത് റേറ്റ് കൊണ്ടുവരിക. അത് മാത്രമല്ല ഈ കൊണ്ടുവന്ന ഗ്രോത്തിനെ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുക. ഫ്ലക്ച്വേഷൻസ് കുറച്ച് ഒന്ന് സ്റ്റേബിൾ ആക്കി തന്നെ നിർത്തുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് ഈ ഒരു സ്റ്റെബിലിറ്റി മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇക്കണോമിക് ഡിസിഷൻസ് എടുക്കാനും നമ്മൾ എടുത്ത ഡിസിഷൻസ് കാരണം നമുക്ക് നഷ്ടം വരാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നത്. ഇനി അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി. ഇപ്പൊ എന്താണ് പ്രൈസ് സ്റ്റെബിലിറ്റി? നമുക്കറിയാം, ഇന്ന് നമ്മൾ സാധനം മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഗുഡിന്റെ കേസ് എടുക്കാം. ആ സാധനത്തിന്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നാളെ ആക്കട്ടെ. ഒരു പക്ഷെ നാളെ ആകട്ടെ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നാളെ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ 100 രൂപയിൽ ഇരുന്ന സാധനത്തിന്റെ വില 100-ൽ നിന്നും 120 രൂപയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു പ്രൈസ് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. ഈ ഒരു പ്രൈസ് ഇൻക്രീസ് പതിയെ കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ, ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള രീതിയിൽ കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഇൻഫ്ലേഷൻ. ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഹൈക്ക് ഇൻ പ്രൈസിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. അപ്പോ ഇൻഫ്ലേഷൻ ഒരു പരിധി വരെ നമ്മുടെ ഇക്കോണമിക്ക് നല്ലതാണ്. പക്ഷെ ആ ഒരു പരിധി, ആ ഒരു ലിമിറ്റ് കടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർംഫുൾ ഫോർ ദി ഇക്കോണമി. അപ്പൊ അതെന്ത് ചെയ്യണം? അതിനൊന്ന് ടൈം ചെയ്യണം, അതിനൊന്ന് പിടിച്ചു നിർത്തണം. ആരാണിത് പിടിച്ചു നിർത്തേണ്ടത്? ഡെഫിനറ്റ്ലി അതിനായിട്ട് നമുക്ക് ഗവൺമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മോണിറ്ററി അതോറിറ്റി ആയിട്ടുള്ള സെൻട്രൽ ബാങ്കും ഉണ്ട്. അപ്പൊ ഈ 2 ലെവൽസിലാണ് നമ്മൾ പോളിസി മെഷേഴ്സ് എടുത്തിട്ട് ഈ ഇൻഫ്ലേഷൻ, റെസഷൻ അങ്ങനെയൊക്കെയുള്ള ഈ ഇക്കണോമിക് പ്രോബ്ലംസിനെ നമ്മളൊന്ന് പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ഈ പ്രൈസിനെ ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻസ് കുറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇക്കണോമിക് ഡിസിഷൻസ് എടുത്തിട്ട് നമുക്ക് റിസ്ക് കുറച്ച്, ലോസ് കുറച്ച്, പ്രോഫിറ്റിനെ കൂട്ടി, ഗ്രോത്ത് പ്രോസ്പെക്ട്സിനെ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസിന്റെ മറ്റൊരു ഇന്റൻഷൻ ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണ്. അടുത്ത ഒരു ഇന്റൻഷൻ ആണ് ഫുൾ എംപ്ലോയ്മെന്റ്. അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഇന്റൻഷൻ ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. എന്ത് റിസോഴ്സസിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ റിസോഴ്സ് വരുന്നുണ്ട്, ലേബർ റിസോഴ്സസ് വരുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സസ് വരുന്നുണ്ട്. എല്ലാ റിസോഴ്സസിന്റെയും ഫുൾ എംപ്ലോയ്മെന്റ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് റിഡക്ഷൻ ഇൻ വേസ്റ്റേജ് ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിസോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം
മാക്സിമം അതിനെ ഉപയോഗിക്കണം. അതിന്റെ യൂസേജ് ജുഡീഷ്യസ് ആയിരിക്കണം. അപ്പോൾ വേസ്റ്റേജ് കുറച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. നല്ല രീതിയിൽ അവിടെ എഫിഷ്യൻസി വർക്ക് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലേബറിന്റെ കേസ് തന്നെ എടുക്കും. നമ്മൾ ഇന്ത്യയുടെ കേസിൽ ലേബർ ആസ്പെക്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യ എന്ന് പറയുന്ന പോപ്പുലേഷൻ നമ്പർ 1 ആണ് ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ദിസ് പീപ്പിൾ, അല്ലെ? പോപ്പുലേഷൻ നമ്പർ 1 ആണ്. അപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോപ്പുലേഷനിൽ എല്ലാവർക്കും എംപ്ലോയ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് അവിടെ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് പോസിബിലിറ്റി വരുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ടും ഇല്ല. ഒരുപാട് പേര് അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ആസ്പെക്ട് വരുന്നില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ഇന്റൻഷൻ എന്താണ്? ഗവൺമെന്റ് നോക്കുമ്പോൾ ഒരുപാട് പേര് എഡ്യൂക്കേറ്റഡ് ആണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവരിൽ പലർക്കും ജോലിയില്ല. അപ്പൊ ഇവരുടെ ആ ഒരു കാപ്പബിലിറ്റിയെ, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയെ, ഒരു കാലിബറിനെ, അവരുടെ ഒരു സ്കില്ലിനെ ഒന്നും ഗവൺമെന്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരൊക്കെ അവരുടെയൊക്കെ സ്കില്ല് വേസ്റ്റ് ആയിരിക്കുകയാണ്, അതായത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സോ അതൊരു ഇൻഎഫിഷ്യൻസി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇവരുടെ സ്കില്ലിനെയും കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയെയും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ട് ആ സ്കീംസിൽ കൂടി എന്തെങ്കിലും സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള പല സ്കീംസ് കൊണ്ടുവന്നിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ എംപ്ലോയ്മെന്റ് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അതായത് നമുക്ക് ഈ വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഈ ഇപ്പോഴത്തെ ഒരു ഇന്റൻഷൻ. ഓക്കെ, സോ ഇത് ലേബറിന്റെ കേസിൽ മാത്രമല്ല വരുന്നത്, അത് നമ്മുടെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് സ്പെൻഡിങ്ങിലാണെങ്കിലും നാച്ചുറൽ റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷനിലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് വരുന്നത്. നമ്മളൊരു കാര്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ മാക്സിമം ഉപയോഗിക്കുക, അതിന്റെ വേസ്റ്റേജ് കുറയ്ക്കുക. സോ ദിസ് ഇസ് യെറ്റ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഗവൺമെന്റ് ആസ് ഫോർ എസ് ഫിസ്ക്കൽ പോളിസി ഈസ് കൺസേൺ. അടുത്തൊരു ഒബ്ജക്റ്റീവ് ആണ് ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താണ് ക്യാപിറ്റൽ ഫോർമേഷൻ? നമുക്കറിയാം, ഗവൺമെന്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം. ഓട്ടോണോമസ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്? കാരണം ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ ലക്ഷ്യം പ്രോഫിറ്റ് അല്ല, ഇൻസ്റ്റെഡ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? വെൽഫെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ കാശ് ഇല്ലെങ്കിലും ഗവൺമെന്റ് ഒരുപക്ഷെ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഗവൺമെന്റ് ബോറോ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. കാരണം ഗവൺമെന്റിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോണമിയുടെ വെൽഫെയർ ആണ്. അപ്പൊ ഒരു കാരണവശാലും ഗവൺമെന്റിന്റെ കയ്യിലെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കത്തില്ല ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ മെയിൻ ആയിട്ടും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയിൽ വരുമ്പോൾ ഇതിന് ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് അവിടെ സംഭവിക്കുന്നു. ഈ മൾട്ടിപ്ലയർ ഇഫക്റ്റ് കാരണം, ഈ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കാരണം ഇക്കോണമിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് നല്ല മാറ്റം അവിടെ വരുന്നു. അതായത് ഇൻകം വളരുന്നു, ഇൻകം ജനറേഷൻ അവിടെ വളരുന്നു. ഇനി ഇങ്ങനെ വളരുന്ന ഇൻകത്തിൽ നിന്ന് നമുക്ക് അടുത്ത കാശ് എടുത്തിട്ട് ഒരു ആക്സിലറേറ്റർ ഇഫക്റ്റ് കാരണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ രണ്ടാമത് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ്. അതെന്താണ് ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്? കാരണം നമുക്കിപ്പോ ഇവിടെ എത്രമാത്രം ഇൻകം വളർന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ആക്സിലറേറ്റർ ഇഫക്റ്റ് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഇൻകം വളർന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, രണ്ടാമത് വന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ആക്ച്വലി ഇൻഡ്യൂസ്ഡ് ബൈ ഈ ഇൻകം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇക്കോണമിയിൽ വളർച്ച കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെ പതിയെ ഈ ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് അടുത്ത ഇൻകം ജനറേഷനിലേക്ക് കൊണ്ടുപോകുന്നു, വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അങ്ങനെ പതിയെ ഇക്കോണമിയിൽ വളർച്ച വരുന്നു, നമുക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ ഒക്കെ സാധിക്കുന്നു. അപ്പൊ ഇത് ഗവൺമെന്റിന് വേറൊരു ഇന്റൻഷൻ ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മള് ഗവൺമെന്റ് എന്താണ് ഫിസ്ക്കൽ പോളിസി, ഗവൺമെന്റ് ലെവൽ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്നും ഗവൺമെന്റ് എന്തിനാണ് ഫിസ്ക്കൽ പോളിസി എടുക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. അപ്പൊ എത്ര രീതിയിലാണ് ഫിസ്ക്കൽ പോളിസി ഉള്ളത്, ഏതെല്ലാം രീതിയിലാണ് ഫിസ്ക്കൽ പോളിസി ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഫിസ്ക്കൽ പോളിസിയാണ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി.
എന്താണ് ഈ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഗവൺമെന്റിന്റെ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇക്കോണമിയിലെ ആൾക്കാരുടെ കയ്യിൽ കാശ് കൂടുതൽ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് വിൽ ബി ഹെൽപ്പിംഗ് പീപ്പിൾ ടു ഹാവ് മോർ മണി ഇൻ ദെയർ ഹാൻഡ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും പൈസ ആൾക്കാരുടെ കയ്യിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും കാശ് ആൾക്കാരുടെ കയ്യിലേക്ക് പോകുന്നു, മണി ആൾക്കാരുടെ കയ്യിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോ ഇങ്ങനെ വരപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വരപ്പോ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വരും, അല്ലെ? ഇപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന ഏതെങ്കിലും ഒരു പോളിസി മെഷർ കാരണം എന്റെ കയ്യിൽ കൂടുതൽ കാശ് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്റെ കയ്യിൽ കൂടുതൽ കാശ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പൊ നമുക്കത് നോക്കാം. ഇപ്പൊ ഗവൺമെന്റ് സ്കീം വരുന്നു, ഗവൺമെന്റ് ഒരു എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയാണ് എടുക്കുന്നത്. ഗവൺമെന്റ് എടുക്കുന്നത് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയാണ്. അപ്പൊ ഇത് കാരണം എന്ത് സംഭവിക്കുന്നു? ആൾക്കാരുടെ കയ്യിൽ കാശ് കൂടുതൽ വരുന്നു. പീപ്പിൾ വിൽ ഹാവ് മോർ മണി, പീപ്പിൾ വിൽ ഹാവ് മോർ മണി. അപ്പൊ ഈ കാശ് വെച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ കയ്യിൽ കൂടുതൽ കാശുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും സാധനം മേടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും. കൺസംഷൻ കൂടും. കൺസംഷൻ കൂടും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീൻ ചെയ്യുന്നത് ഡിമാൻഡ് മാർക്കറ്റിൽ കൂടുന്നു എന്നതാണ്. കൺസംഷൻ കൂടുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആൾക്കാർക്ക് ഡിമാൻഡ് കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷന് ഒരു സ്കോപ്പ് വരുന്നുണ്ട്. കാരണം ആൾക്കാരുടെ ഡിമാൻഡ് കൂടുമ്പോൾ ആൾക്കാർക്ക് ഇനിയും സാധനം വേണം, അപ്പൊ ഇനിയും സാധനങ്ങൾ മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യണം. സോ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ കൂടുന്നത് കൊണ്ട് ഇനി അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടേണ്ട ആവശ്യമുണ്ട്. കാരണം മോർ പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് വേണം, ലേബർ വേണം, അപ്പോൾ എംപ്ലോയ്മെന്റ് അവിടെ കൂടുന്നു. ഇനി എന്താണ്? എംപ്ലോയ്മെന്റ് വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇൻകം കൂടും. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു മോർ ഗ്രോത്ത് സെനാറിയോ വരുന്നുണ്ട്. ഇപ്പൊ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് എടുക്കുന്നതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോണമി ഒരു ഡൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ആ ഒരു ഡൾനെസ്സിൽ നിന്നും നമ്മുടെ ഇക്കോണമിയെ ഗ്രോത്തിലേക്ക് നയിക്കുക, അതാണ് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ. ഇപ്പോ ഇക്കോണമി വളർച്ച കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന ഒരു ടെക്നിക് ആയിരിക്കും എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. അടുത്തതാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. നമ്മുടെ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസിയുടെ നേരെ നെഗറ്റീവ് ആണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഈ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ മെയിൻ ഇന്റൻഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ എക്സസ് പൈസ ഉള്ളത് കൊണ്ട് തന്നെ ആ എക്സസ് ക്യാഷ് ഗവൺമെന്റിന്റെ സൈഡിലോട്ട് കൊണ്ടുവരണം. ഇതാണ് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഫ്ലോ ഓഫ് മണി ഫ്രം പീപ്പിൾ ടു ഗവൺമെന്റ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ആൾക്കാരുടെ കയ്യിൽ എക്സസ് പൈസ ഉണ്ട്, അത് ഗവൺമെന്റ് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇത് എപ്പോഴായിരിക്കും വരുന്നത്? നമ്മുടെ ഇക്കോണമി ഓൾറെഡി ഒരു ബൂം സിറ്റുവേഷനിലായിരിക്കും. ആൾക്കാർക്കൊക്കെ ജോലിയുണ്ട്, ആൾക്കാർക്കൊക്കെ നല്ല ഇൻകം ഉണ്ട്, അപ്പൊ ആൾക്കാരുടെ ഒക്കെ കയ്യിൽ കാശുണ്ട്. അപ്പൊ ഇത് കാരണം ഒരു എക്സസ് ഡിമാൻഡ് ഇക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. അപ്പൊ എന്റെ കയ്യിൽ കുറെ കാശുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. അതിനൊത്ത് സാധനങ്ങൾ ചിലപ്പോൾ ഇക്കോണമിയിൽ ഉണ്ടാവണം എന്നില്ല. അപ്പൊ അത് ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുത്തും. കാരണം നമ്മൾ ഇക്കോണമിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കോണമിക്ക് നല്ല ഡിമാൻഡ് കാണുമായിരിക്കും, അഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ കൂടിയിരിക്കുകയായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഷോർട്ട് റണ്ണിൽ അഗ്രിഗേറ്റ് സപ്ലൈ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഒക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കൂട്ടാൻ പറ്റത്തില്ല, മാനുഫാക്ചറിങ് ഒക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇക്കോണമിയുടെ പ്രൈസസ് ആണ് കൂടുന്നത്, അല്ലെ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കുന്നു, സപ്ലൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രൈസസ് കൂടും. അപ്പോ ഗവൺമെന്റ് നോക്കുമ്പോൾ ഡിമാൻഡ് കൂടിയത് കൊണ്ടാണല്ലോ ഈ പ്രൈസസ് കൂടിയത്. കാരണം സപ്ലൈ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സപ്ലൈ ഇസ് കോൺസ്റ്റന്റ്.
അങ്ങനെ ഈ ഗവൺമെന്റ് വിചാരിക്കും ഓക്കെ ഇൻഫ്ലേഷൻ സെനാറിയോനെ നമുക്ക് കുറച്ചു കൊണ്ടുവരണം, അതുകൊണ്ട് എന്ത് ചെയ്യണം, ആൾക്കാരുടെ കയ്യിൽ നിന്നും കാശ് തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന മെഷറാണ് ഈ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഓക്കെ, സോ ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ഫിസ്ക്കൽ പോളിസിയെ നമുക്ക് ന്യൂട്രൽ ഫിസ്ക്കൽ പോളിസി എന്ന് വിളിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോണമി ഒരു ബാലൻസിങ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുമ്പോൾ 2 പീരീഡ് എടുക്കുകയാണ്, പീരീഡ് 1ഉം പീരീഡ് 2ഉം. ഇപ്പൊ പീരീഡ് 1ല് ഒരു ടാക്സ് റേറ്റ് പ്രിവൈൽ ചെയ്യുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി ടാക്സ് 1. എക്സ്പെൻഡിച്ചർ റേറ്റ് പ്രിവൈൽ ചെയ്യുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി എക്സ്പെൻഡിച്ചർ 1. ഓക്കെ, ഇനി പീരീഡ് 2ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടാക്സ് റേറ്റും എക്സ്പെൻഡിച്ചർ റേറ്റും സെയിം ആയിട്ട് തന്നെ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യും. ടാക്സ് റേറ്റും എക്സ്പെൻഡിച്ചർ റേറ്റും സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ. പീരീഡ് 1ല് ടാക്സ് 1 തന്നെ പീരീഡ് 2ലും കണ്ടിന്യൂ ചെയ്യും, ടാക്സ് 1 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, റേറ്റിൽ മാറ്റം വരുത്തത്തില്ല. പീരീഡ് 1ലെ എക്സ്പെൻഡിച്ചർ റേറ്റ് എക്സ്പെൻഡിച്ചർ 1 തന്നെ പീരീഡ് 2ലും കണ്ടിന്യൂ ചെയ്യും. സോ ദിസ് ഇസ് വെൻ ദ ഇക്കോണമി ഈസ് ഇൻ ബാലൻസ്. ഇക്കോണമി ബാലൻസ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു അധികം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഇല്ല, അധികം ഗ്രോത്ത് ഇല്ലാണ്ടും ഇല്ല, ഒരുപാട് ഇൻഫ്ലേഷനും ഇല്ലാത്ത സമയത്താണ് ഗവൺമെന്റ് ഇങ്ങനെ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെന്റ് എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഫിസ്ക്കൽ പോളിസിയെ നയിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഗവൺമെന്റ് ആദ്യം ചെയ്യുന്നത് സ്പെൻഡിങ് ആണ്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ അത് നമ്മുടെ ഔട്ട്പുട്ട് പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്, അത് നമ്മുടെ കൺസംഷനെയും ബാധിക്കുന്നുണ്ട്. ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഗവൺമെന്റ് പെൻഷന്റെ ഫോമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സബ്സിഡിയുടെ ഫോമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പിന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റീസിന്റെ ഫോമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് സ്പെൻഡിങ് ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെ കാരണം തന്നെ ആൾക്കാരുടെ കയ്യിൽ കാശ് ഉണ്ടാവുകയും ഇപ്പൊ ഇൻകം വിത്ത് പീപ്പിൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം വിത്ത് പീപ്പിൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്നോണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ മോർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ഗ്രോത്ത് വരികയും ചെയ്യും. ഇനി തിരിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സബ്സിഡിയും പെൻഷനും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ തന്നെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം വിത്ത് പീപ്പിൾ അവിടെ എന്ത് സംഭവിക്കും, അത് കുറവ് സംഭവിക്കും. ആൾക്കാരുടെ കയ്യിൽ ഇൻകം കുറയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ഡിമാൻഡിനും അവിടെ കുറവ് സംഭവിക്കും. ഡിമാൻഡ് കുറവ് വന്നാൽ എംപ്ലോയ്മെന്റ് കുറയും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഗ്രോത്തും കുറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്. ഈ ടാക്സ് പോളിസി ഓഫ് ഗവൺമെന്റ് എന്താണ്, ടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കമ്പൽസറി ലെവിയാണ്. അപ്പൊ ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും നമ്മളടുത്ത് ടാക്സ് അടയ്ക്കാൻ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ ഇറ്റ്. അതൊരു ഒബ്ലിഗേഷൻ ആണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള. ഗവൺമെന്റ് ഈ ടാക്സ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അല്ലെ. ടാക്സ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിന് കുറവ് വരും, നമ്മുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകത്തിന് കുറവ് വരും. എന്താണ് ഡിസ്പോസിബിൾ ഇൻകം, ഇൻകം ആഫ്റ്റർ ടാക്സ്. ടാക്സ് അടച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഇൻകം. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം കുറയുന്നു, അപ്പൊ എന്ത് പറ്റുന്നു, ഡിമാൻഡ് അവിടെ കുറയുന്നു. അപ്പൊ ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി കുറയുന്നു. ഇനി ടാക്സ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ടാക്സ് കുറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻകം കൂടുതൽ ഉണ്ടാവും. കാരണം നമുക്ക് കയ്യിലുള്ള ഇൻകത്തിൽ നിന്നും കുറച്ച് മാത്രം ഗവൺമെന്റിന് ടാക്സ് അടച്ചാൽ മതിയല്ലോ, ബാക്കി നമ്മുടെ കയ്യിൽ കൂടുതൽ ഇൻകം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ഡിമാൻഡ് എന്ത് സംഭവിക്കും, ഡിമാൻഡ് കൂടും. എനിക്ക് സാധനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റും, കാരണം എന്റെ കയ്യിൽ കൂടുതൽ കാശുണ്ട്, കുറച്ച് ടാക്സ് അടച്ചാൽ മതിയല്ലോ. ഇനി ഗ്രോത്തിന് എന്താണ് അപ്പോ സംഭവിക്കുന്നത്, ഗ്രോത്ത് വിൽ ബി ഇൻക്രീസിങ് അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫിസ്ക്കൽ പോളിസി വർക്ക് ചെയ്യുന്നത്. ഫിസ്ക്കൽ പോളിസി വർക്ക് ചെയ്യുന്നത് 2 സ്റ്റേജസിലായിട്ട് നമുക്ക് എടുക്കാം. 2 ഇക്കണോമിക് സെനാറിയോയുടെ കേസിൽ നമ്മൾ എടുക്കാം. ഒന്ന് ഇൻഫ്ലേഷൻ സമയത്തും ഒന്ന് റെസഷൻ സമയത്തും. ആദ്യം എന്താണ് ഈ ഇൻഫ്ലേഷൻ എന്ന് മനസ്സിലാക്കുക. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് കൂടുന്ന ഒരവസ്ഥയാണ്. എപ്പോഴാണ് പ്രൈസ് കൂടുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആൾക്കാർ ഡിമാൻഡ് കൂടുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം സപ്ലൈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ തന്നെ നമുക്കറിയാം
ലോക്ക്ഡൌൺസ് ഒക്കെ വന്നപ്പോൾ ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ പല ഷോപ്പിൽ സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥ. അതേസമയം ആൾക്കാരുടെ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് കൂടിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ പലരും എന്ത് ചെയ്തു, അഗ്രികൾച്ചർ കമോഡിറ്റികൾക്ക് വില കൂട്ടി, അരിക്കും മറ്റു നിത്യോപകരണ സാധനങ്ങൾക്കും ഒക്കെ അവര് വില കൂട്ടുകയുണ്ടായി. അപ്പൊ നിങ്ങൾക്ക് അറിയാം, സാനിറ്റൈസറിന് മാസ്കും ഒക്കെ വില കൂടിയിരുന്ന ഒരു സമയമായിരുന്നു കോവിഡ് സമയം. അപ്പോ ഈ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതും സപ്ലൈ കുറയുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ പ്രൈസിനാണ് അവിടെ മാറ്റം വരുന്നത്. പ്രൈസ് അവിടെ കൂടും. പ്രൈസ് അവിടെ കൂടുന്ന സമയത്ത് പ്രൈസിനെ പിടിച്ചു നിർത്താനായിട്ട് ഇക്കോണമി എടുക്കുന്ന സ്റ്റെപ്പിൽ ഒന്നാണ് ഈ ഫിസ്ക്കൽ പോളിസി. ആ ഫിസ്ക്കൽ പോളിസിക്ക് 2 ടൂൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫിസ്ക്കൽ പോളിസിയുടെ ടൂൾസ് എന്തൊക്കെയാണ്? ഒന്ന് എക്സ്പെൻഡിച്ചറും മറ്റേത് ടാക്സും. എക്സ്പെൻഡിച്ചറും ടാക്സും. അപ്പോ ആൾക്കാരുടെ കയ്യിൽ എക്സസ് പൈസ ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ഈ ഒരു പ്രശ്നം വരുന്നത്, പ്രൈസ് കൂടുന്നത്, അവരുടെ ഡിമാൻഡ് കൂടുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്യണം? അവരുടെ കയ്യിലുള്ള എക്സസ് പൈസ കുറയ്ക്കണം. അവരുടെ കയ്യിലുള്ള എക്സസ് പൈസ കുറയ്ക്കാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി, ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ, ഗവൺമെന്റ് നടത്തുന്ന അതർ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, ഇതൊക്കെ കുറയ്ക്കണം. അപ്പൊ ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയില്ലേ? ഇല്ലേ? അപ്പൊ ഗവൺമെന്റ് പെൻഷനും അതേപോലെ സബ്സിഡിയും അതേപോലെ മറ്റ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഒക്കെ കുറയ്ക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു പീപ്പിൾസ് ഇൻകം? ആൾക്കാരുടെ ഇൻകം കുറയുന്നു. ആൾക്കാരുടെ ഇൻകം അവിടെ കുറയുന്നു, അല്ലെ? ആൾക്കാരുടെ ഇൻകം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഓട്ടോമാറ്റിക്കലി അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുകയും ഓട്ടോമാറ്റിക്കലി അവിടെ പ്രൈസിന് കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. അതേപോലെ ടാക്സ് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഗവൺമെന്റിന് ടാക്സ് കൂട്ടാം. ഈ ഒരു സമയത്ത് ഗവൺമെന്റ് ഈ സമയത്ത് ടാക്സ് കൂട്ടിയാൽ മാത്രമേ ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകത്തിന് അവിടെ ഫോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ഫോൾ ഉണ്ടായാൽ മാത്രമേ അഗ്രിഗേറ്റ് ഡിമാൻഡിന് അവിടെ കുറവ് സംഭവിക്കുകയുള്ളൂ, ദ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ ഇക്കോണമി. എന്നാൽ മാത്രമല്ലേ പ്രൈസിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത്? ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ ഗവൺമെന്റിന്റെ സൈഡിലേക്ക് കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള മെഷർ എടുക്കുന്നത്. എന്താണ് ഇങ്ങനെയുള്ള മെഷറിന്റെ പേര്? ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് എടുക്കുന്നത് ഇൻഫ്ലേഷൻ സമയത്താണ്. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് എപ്പോഴാണ് എടുക്കുന്നത്? ഇൻഫ്ലേഷൻ സമയത്താണോ റെസഷൻ സമയത്തോ? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് എടുക്കുന്നത് ഓൾറെഡി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമി, അല്ലെങ്കിൽ ഓൾറെഡി ഇൻഫ്ലേഷൻ എക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇക്കോണമി ഒന്ന് പിടിച്ച് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു ടെക്നിക്ക് എടുക്കുന്നത്. അത് ഗവൺമെന്റ് എടുക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയുന്നു, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നു, ടാക്സ് കൂടുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ട റെസഷൻ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ റെസഷൻ സമയം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. റെസഷൻ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡൾ സ്റ്റേറ്റ് ആയിരിക്കും ഇക്കോണമിയിൽ. അവിടെ എംപ്ലോയ്മെന്റ് ഒക്കെ കുറഞ്ഞിരിക്കും, ആൾക്കാരൊക്കെ മെയിൻ ആയിട്ട് അൺഎംപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ എംപ്ലോയ്മെന്റ് കുറയപ്പോൾ ആൾക്കാരുടെ ഇൻകം എന്തായിരിക്കും? ആൾക്കാരുടെ ഇൻകം കുറവായിരിക്കും. അപ്പൊ ഇത് കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓൾറെഡി കുറഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും. പ്രൈസസ് എത്ര കുറച്ചാലും ഡിമാൻഡിന് വലിയ മാറ്റമൊന്നും വരത്തില്ല, ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടാവത്തില്ല, പ്രൊഡക്ഷൻ അധികം നടക്കത്തില്ല. ഒരു ഡൾ സ്റ്റേറ്റ്, ഒരു പെസിമിസ്റ്റിക് സെനാറിയോ ആയിരിക്കും ഇവിടെ. അപ്പൊ ഇവിടെയും ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ ടാക്സും ഉപയോഗിച്ച് കാര്യങ്ങൾ ഒന്ന് നേരെ ചൊവ്വെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈ ഓൾറെഡി ഡിമാൻഡ് കുറഞ്ഞു കിടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ് പ്രശ്നം. ആൾക്കാരുടെ കയ്യിൽ പൈസ എത്തിക്കണം, അതാണ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം. അപ്പൊ എങ്ങനെയാ പൈസ എത്തിക്കുന്നത്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുക, അതായത് ആൾക്കാർക്ക് പെൻഷൻസ് ഒക്കെ കൂടുതൽ കൊടുക്കുക, ആൾക്കാർക്ക് സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുക. അപ്പൊ ആൾക്കാരുടെ കയ്യിൽ കാശെത്തില്ലേ? ഇത് കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡിന് മാറ്റം വരത്തില്ലേ? അഗ്രിഗേറ്റ് ഡിമാൻഡിന് എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും.
അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടു അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ഗ്രോത്ത് ഉണ്ടാവുമെന്ന്. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷന്റെ ആവശ്യങ്ങൾ വരുന്നു, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആൾക്കാരെ ജോലിക്ക് വിളിക്കുന്നു, അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ അവിടെ കുറയുന്നു, എംപ്ലോയ്മെന്റ് കൂട്ടാൻ പറ്റുന്നു, അങ്ങനെയാണ് ഈ ഗ്രോത്ത് ഉണ്ടാകുന്നത് അല്ലെ. അപ്പോ ഇക്കോണമി വളരുന്നു. അപ്പോ ടാക്സിനെ എന്ത് ചെയ്യണം? ഇവിടെ ടാക്സ് കുറയ്ക്കണം. ടാക്സ് കുറച്ചാൽ മാത്രമല്ലേ ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടുള്ളൂ. മോർ മണി വിത്ത് പീപ്പിൾ അല്ലെ. ഇവിടെ പെൻഷൻസും സബ്സിഡിയൊക്കെ കൂട്ടിയപ്പോൾ ആൾക്കാരുടെ കയ്യിൽ കാശ് വന്നു, അങ്ങനെയാണ് ഡിമാൻഡ് കൂടിയത്. അപ്പൊ മോർ മണി വിത്ത് പീപ്പിൾ വരണമെങ്കിൽ ടാക്സ് കുറയ്ക്കണം അല്ലെ. ടാക്സ് കുറച്ചാൽ അഗൈൻ അഗ്രിഗേറ്റ് ഡിമാൻഡിന് അവിടെ മാറ്റം വരുന്നുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് മാറ്റം വന്നാൽ ഗ്രോത്ത് കൂടും. കാരണം കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കണം, അതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, കൂടുതൽ ലേബർ വേണം, അങ്ങനെ ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോ റെസഷൻ സമയത്ത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു, ടാക്സ് കുറയ്ക്കുന്നു. ഈ ഒരു സമയത്ത് ഗവൺമെന്റ് എടുക്കുന്ന പോളിസിയുടെ പേരാണ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. അപ്പൊ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് എടുക്കുന്നത് റെസഷൻ സമയത്താണ്. അതിന് ഗവൺമെന്റ് എടുക്കുന്ന രീതികൾ എക്സ്പെൻഡിച്ചർ കൂട്ടുകയും ടാക്സ് കുറയ്ക്കുകയാണ്. മാറിപ്പോകരുത്. കാരണം എക്സാംസിനൊക്കെ മിക്കവാറും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫിസ്ക്കൽ പോളിസി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ ഈസിയാണ്. അപ്പോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് ഫിസ്ക്കൽ പോളിസിയുടെ മീനിങ് എന്തൊക്കെയാണെന്ന് നമ്മൾ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി. ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് ലെവൽ പോളിസി ആണെന്ന് മനസ്സിലാക്കി. ഇതിന്റെ ടൈപ്സ് നമ്മൾ മനസ്സിലാക്കി. എക്സ്പാൻഷനറി ഉണ്ട്, അതേപോലെ തന്നെ കോൺട്രാക്ഷണറി ഉണ്ട്. ഇനി ന്യൂട്രൽ ആയിട്ട് വരുന്നത് അത് വളരെ റെയർ ആയിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. ടൂൾസ് എന്ന് പറയുമ്പോൾ 2 ടൂൾസ് ആണ്. ഒന്ന് ടാക്സ്, രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ. വർക്കിംഗ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫിസ്ക്കൽ പോളിസി നമ്മൾ കണ്ടത് ഇൻഫ്ലേഷൻ സമയത്തും ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസി മാറ്റം വരുത്തുന്നുണ്ട്, അതേപോലെ തന്നെ റെസഷൻ സമയത്ത് ഗവൺമെന്റ് ഫിസ്ക്കൽ പോളിസിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. റെസഷന്റെ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോലി ഇല്ലാണ്ടായ ഒരു അവസ്ഥയായിരുന്നു. പലർക്കും ജോലി ഇല്ലാണ്ടിരുന്നു. കോവിഡ് സമയം ഓൾമോസ്റ്റ് സിമിലർ കൈൻഡ് ഓഫ് സെനാറിയോ ആയിരുന്നു. ആൾക്കാർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്തു? ആൾക്കാരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട്, ഒന്ന് പഴയ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് അവിടെ എക്സ്പെൻഡിച്ചർ കൂട്ടുകയും ടാക്സ് കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്തു. അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് നമ്മൾ എടുക്കുന്ന ഫിസ്ക്കൽ പോളിസിയും റെസഷൻ സമയത്ത് എടുക്കുന്ന ഫിസ്ക്കൽ പോളിസിയെ പറ്റിയിട്ട് നല്ല ബോധ്യം ഉണ്ടാവണം. അപ്പൊ അതായിരുന്നു ഇന്നത്തെ സെഷൻ. യു ക്യാൻ ഡൗൺലോഡ് ലേൺ എക്കണോമി ആപ്പ്. അപ്പൊ ഇവിടുത്തെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സ് തരാനും, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് തരാനും, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് തരാനും, ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ് തരാനും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ആണ്. നമുക്ക് ഒരുപാട് ഡിസ്കഷൻസിലൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോ നിങ്ങളെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലോട്ടും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. So that is it all for today. Thank you for watching, and you can like, share and subscribe to our channel for more videos.